ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ജോയി മാണിക്കുന്നേൽ. ക്രോണിക്കിൾസ് ഓഫ് നെയ്ശ്ശേരി എന്ന യൂട്യൂബ് ചാനലിലെ നെയ്ശ്ശേരിയിലെ പ്രതിഭകൾ എന്ന പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സിസ്റ്റർ ഫിൻസി MSMI ആണ്. നെയ്ശ്ശേരിയിലെ പൂവന്തിരത്തിൽ ടോമി സാറിൻ്റെ പെങ്ങളാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. സിസ്റ്ററെ നമസ്കാരം. നമസ്കാരം. സിസ്റ്ററെ നെയ്ശ്ശേരിയിൽ പരിചയമുള്ള ആളുകൾ വളരെ കുറച്ചേ കാണുകയുള്ളൂ. കാരണം സിസ്റ്റർ ഇവിടുന്ന് 10-15 വയസ്സുള്ളപ്പോൾ മടത്തി പോയതാണ്. അതുകൊണ്ട് വല്ലപ്പോഴും പള്ളി വരുമ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് കാണുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സിസ്റ്ററിനെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ കൊള്ളാം. സിസ്റ്റർ തന്നെ. ഞാൻ പൂവന്തുരത്തിൽ മത്തായി ക്ലാരമ്മ ദമ്പതികളുടെ 6ാമത്തെ മകളാണ്. ഞങ്ങൾ 9 മക്കളാണുള്ളത്. 6ാമത്തെ ആൾ ഞാൻ. 1971 വർഷത്തിൽ SLC പാസ്സായി ഇവിടെ നിന്ന് ഞാൻ MSMI കോൺഗ്രിഗേഷനിലേക്ക് പോയതാണ്. 71 SLC ബാച്ച് എന്ന് പറഞ്ഞാൽ നെയ്ശ്ശേരി ഹൈസ്കൂളിൻ്റെ ഫസ്റ്റ് ബാച്ചാണ് എന്ന് ഞങ്ങൾ അഭിമാനത്തോടെ ആനന്ദത്തോടെ ഓർക്കുന്നതാണ്. 100% വിജയം നേടി പാസ്സായ ഫസ്റ്റ് ബാച്ചിലെ അംഗമാണ്. ഈ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലുള്ള ഒത്തിരി മഠങ്ങൾ എന്ന് പറയുന്നത് ക്ലാരിസ്റ്റ് സഭയാണ്, FCC ആണ്. സാധാരണ ഇവിടെയുള്ള ആളുകളൊക്കെ പോകുന്ന FCCയിലാണ്. സിസ്റ്റർ ഇവിടെ പോകാതെ എന്തുകൊണ്ടാണ് ഈ കണ്ണൂർ മേഖലയിലേക്ക് അല്ലെങ്കിൽ തലശ്ശേരി രൂപതയിലേക്ക് പോയതിൻ്റെ കാരണം? അത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക തിരഞ്ഞെടുപ്പും പ്രത്യേക വിളിയുമാണ്. എനിക്കൊരു ദൗത്യം സഭയിൽ, തിരുസഭയിൽ, MSMI സഭയിൽ നിറവേറ്റാനുണ്ടായിരുന്നു. ആ ദൗത്യമായിട്ടാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് പോയതാണ്. വാസ്തവത്തിൽ പാസ്സായി കഴിഞ്ഞപ്പോൾ കോൺവെൻറ്റിൽ പോകണമെന്ന് അത്ര നിർബന്ധമൊന്നും തോന്നിയില്ല. ചിലപ്പോൾ തോന്നും പോകാം, ചിലപ്പോൾ തോന്നും സാരമില്ല. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ഈ സിസ്റ്റേഴ്സിനെ കുറിച്ചും ഫാദേഴ്സിനെ കുറിച്ചും ഒരു നെഗറ്റീവ് വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടങ്ങളാണ് ഞങ്ങൾ വളർന്നത്. ബെനഡിക്റ്റ് അച്ഛൻ്റെ, ഓണംകുളം അച്ഛൻ്റെ ആ കേസുകൾ, കാര്യങ്ങൾ, പിന്നെ ഈ മാറിക മഠത്തിൽ ഒരു ഓർക്കുന്നുണ്ടാകും, ഒരു സിസ്റ്ററിൻ്റെ മേത്ത് എണ്ണയൊഴിച്ചു എന്നുള്ള ഒരു സംഭവം. ഇതെല്ലാം കൂടി ആ കാലഘട്ടത്തിൽ പേപ്പറിൽ വരികയും ജനങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലൊരു തേങ്ങലുണ്ടായി. അല്ലെങ്കിൽ ആദ്യമൊക്കെ മഠത്തിൽ പോകണമെന്ന് ഓർത്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇങ്ങനെയുള്ള സമൂഹത്തിലേക്ക് നമ്മൾ ചേരേണ്ട ആവശ്യമുണ്ടോ, എൻ്റെ ലൈഫ് അങ്ങനെ കളയേണ്ടതില്ല എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ പുറകോട്ട് ചിന്തിക്കുകയും, പക്ഷേ ചില സമയത്ത് നമുക്ക് തോന്നുകയും ചെയ്യും എനിക്കൊരു സിസ്റ്റർ ആകണമെന്ന് ആഗ്രഹിക്കുകയും തോന്നുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പാസ്സായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് ത്രസ്യാമ തലാപ്പള്ളി എന്ന് പറയുന്ന സിസ്റ്റർ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അതായത് സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ അവളാണ് എൻ്റെ കൂട്ടുകാരി. ഇവിടെ നിന്ന് എനിക്ക് വേറെ കൂട്ടുകാരുണ്ട്. ഈ പടിഞ്ഞാറയിൽ എൽസമ്മ തുടങ്ങിയവർ ഞങ്ങൾ ഒരുമിച്ച് പോയി പഠിക്കുന്നതാണ്. എൻ്റെ പേരപ്പൻ്റെ മക്കൾ 2 പേര്, ചിറ്റപ്പൻ്റെ മക്കൾ, ഞങ്ങൾ ഒരുമിച്ച് പോകുന്നവരാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ, സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവരാരും എനിക്ക് കൂട്ടുകാരല്ല. ഇവളാണ് പിന്നെ എൻ്റെ കൂട്ടുകാർ. അപ്പോൾ ഞാനും അവൾ ഒരുമിച്ച് പാസ്സായി കഴിഞ്ഞപ്പോൾ അവളുടെ ചേച്ചി MSMI കോൺഗ്രിഗേഷനിൽ ആദ്യ ബാച്ചിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവളും ഞാനും ഇങ്ങനെ ഇടയ്ക്ക് മടത്തി പോകുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ്. അവൾ പിന്നെ ഞങ്ങൾ ആ കാലഘട്ടത്തിൽ ഡ്രസ്സ് നോക്കും, സിസ്റ്റേഴ്സിൻ്റെ ഡ്രസ്സ് ഏതാണ് ആകർഷണം എന്നുള്ളത്. അപ്പോൾ FCCക്കാരുടെ ഡ്രസ്സ് ഞങ്ങൾക്ക് ഇഷ്ടമില്ല. കാരണം അന്നത്തെ കാലത്ത് ഈ മുഖം മാത്രം അത് ആ വേഷം ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഓരോ സിസ്റ്റേഴ്സ് ഇങ്ങനെ അവധിക്ക് വരുമല്ലോ. അപ്പം ഞങ്ങൾ ആ പള്ളിയുടെ മതിൽ, അന്നത്തെ പള്ളി പഴയ പള്ളിക്ക് ഒരു പനിച്ചീടെ അടുത്ത് ആ പനിച്ചീടൊക്കെ അടുത്ത് മതിലേ കയറിയിരുന്ന് ഞങ്ങളിങ്ങനെ ഓരോരുത്തരുടെ ഡ്രസ്സ് നോക്കും. ഏതാടി നല്ല ഡ്രസ്സ്, ഏതാടി നമുക്ക് ചേരുന്ന ഡ്രസ്സ്. കാരണം ഈ കണ്ടാലൊരു ഇച്ചിരിയൊക്കെ ഇത് വേണം, വെറുതെ നമുക്ക് പോകണ്ടെന്ന് പറഞ്ഞു. ലാസ്റ്റ് അവൾ പറഞ്ഞു എൻ്റെ ചേച്ചിയുടെ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമാടി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും ഇഷ്ടമാടി. നല്ല പ്യൂർ വൈറ്റ്, പിന്നെ അന്നും ഇതുപോലൊക്കെ തന്നെ ഇച്ചിരി തലമുടിയൊക്കെ ഇച്ചിരി കാണിച്ച്, മുഖമൊന്നും ഇത്ര മറയ്ക്കാതെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് കൊള്ളാം, എനിക്കും ഇഷ്ടമായി അവൾക്കും ഇഷ്ടമായി. അതെങ്ങനെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഇത് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ അവൾ പെട്ടെന്ന് പറഞ്ഞു ഞാൻ പോകുന്നു മഠത്തില്ലെന്ന്. അവളൊരു തീരുമാനം ഉറപ്പിച്ചു. അവളുടെ ചേച്ചി അവൾ വിളിച്ചു വരുത്തി. അപ്പോൾ ഒരു ദിവസം പള്ളിയിൽ ചെന്നപ്പോൾ അവളുടെ ആങ്ങളയുടെ മകൾ ഒരാളുണ്ട് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, മലബാറിൽ ഉള്ള ആങ്ങളയുടെ ഒരു മകൾ ഇവിടെ കുഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾ 2-ലും 3-ലും കണ്ട്. അപ്പോൾ അവൾ വഴിയായിട്ട് ആ കൊച്ചു വഴിയായിട്ട് എന്നോട് പറഞ്ഞു വിട്ടു, നാളെ പള്ളിയിൽ വരണം നിർബന്ധമാണ്. അന്ന് അവൾ പള്ളി വന്നില്ലേ, ചേച്ചി വന്ന വകയിൽ ഞങ്ങൾ ഇതിലൊക്കെയോ പോയിരിക്കുക.
അവൾ വഴി പറഞ്ഞു വിട്ടു, നാളെ പള്ളിയിൽ നിർബന്ധമായിട്ടും വരണം, ഞാൻ മടത്തി പോവുകയാണെന്ന് പറയാൻ പറഞ്ഞാൽ ആ കൊച്ചിനെ പറഞ്ഞു വിട്ടു. അപ്പം നിർബന്ധമായിട്ടിരിക്കുക, അവളെ കാണണമല്ലോ. പിറ്റേ ദിവസം മഴ എന്ന് പറഞ്ഞാൽ അതുപോലെ ശക്തമായ മഴ. തലേദിവസം നമ്മൾ വീട്ടിൽ അമ്മയോട് സാധാരണ പറയും, അമ്മേ നാളെ എനിക്ക് പള്ളിയിൽ പോകണം കേട്ടോ, രീതി അങ്ങനെയാണ്. അപ്പോൾ തലേദിവസം ഞാൻ പറഞ്ഞു, അമ്മേ നാളെ എനിക്ക് പള്ളിയിൽ പോകണം കേട്ടോ. അല്ലെങ്കിൽ ഇട ദിവസം നമ്മൾ സാധാരണ പള്ളിയിൽ പോകാറില്ലല്ലോ, കാരണം സ്കൂള് കാര്യങ്ങൾ. അപ്പോൾ ശനിയാഴ്ച പോകും, ഞായറാഴ്ച പോകും, അല്ലാതെ ഇട ദിവസം പോകാറില്ല. അപ്പോൾ അന്നൊരു ഇട ദിവസമാണ് ഞാൻ പറഞ്ഞു, എനിക്ക് നാളെ പള്ളിയിൽ പോകണം. അമ്മ പറഞ്ഞു പോക്കോ, കുഴപ്പമൊന്നുമില്ല, ഇവിടെ ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. നേരം വെളുത്തപ്പോൾ അതുപോലെ മഴ എന്ന് വെച്ചാൽ മഴ. അപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ കൊച്ചേ ഇതുപോലത്തെ മഴയത്ത് നീ ഇതിനടി പോകുന്നു. ഞാൻ അവരോടൊരു കാര്യം പറഞ്ഞിട്ടില്ല, എനിക്ക് ഇവളെ കാണാനൊന്നും പറഞ്ഞിട്ടില്ല. പോകണ്ട കൊച്ചെന്ന് പറഞ്ഞു. പോകണ്ടെന്ന് പറഞ്ഞ് നമ്മളിന്ന് പോവുകയില്ല, അത്രയോ നമ്മുടെ മനസ്സത്രയുള്ള അമ്മ അനുവദിച്ചാലേ പോവുള്ളൂ, അനുവദിച്ചാലേ പോവുകയില്ല. പോകണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പോകാനും പറ്റത്തില്ല. ഞാനെപ്പോഴും ആ കഥകളിൽ നിന്ന് അങ്ങോട്ട് കരയാൻ തുടങ്ങി, എനിക്ക് പള്ളിയിൽ പോകണം, ഇത്രേ പറയുന്നു, എനിക്ക് പള്ളിയിൽ പോകണം, എനിക്ക് പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മയുടെ അമ്മ കട്ടിലേക്ക് കിടക്കുന്നേ ഉള്ളൂ. ആ കട്ടിലിൻ്റെ ആ കഥകളിൽ ഇങ്ങനെ ചാറിയുന്നുണ്ട്, ഇങ്ങനെ കുഞ്ഞിന്നുകൊണ്ട് കരഞ്ഞു, എനിക്ക് പോകണേന്ന്. അവസാനം എൻ്റെ ചാച്ചൻ, ഞങ്ങൾ കൊച്ചപ്പാന്നാണ് വിളിക്കുന്നത്, ചാച്ചൻ പറഞ്ഞു, ആ പെണ്ണ് പോട്ടെ, ഇവിടെ നിന്നുണ്ട്, എന്തിനാണ് അവൾ കരയിപ്പിക്കുന്നത്, ആ പെണ്ണ് പോട്ടെ എന്ന് പറഞ്ഞു. ആ പെണ്ണ് പോട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല, പെർമിഷൻ കിട്ടി. ഞാൻ ഉടനെ ഡ്രസ്സ് മാറി പോയി. ചെന്നപ്പോൾ ഏതാണ്ട് കുർബാന തീരാറായി. കാരണം ഇവിടുത്തെ ഈ യുദ്ധവും മല്യവും ഒക്കെ, കാരണം എനിക്കറിയാമായിരുന്നു കുർബാന തീരാം, എന്നാൽ ഇവളെ കാണണം എന്നുള്ള ഒറ്റ ചിന്തയോടുകൂടി പോയതായതുകൊണ്ട് ചെന്നപ്പോഴത്തേക്കും കുർബാന തീരാറ്. എന്നാലും കണ്ടു, ഇവളെ കണ്ടു. ഇവള് പറഞ്ഞു, ഞാൻ പോവാടി, എൻ്റെ ചേച്ചി കാണിച്ചു തന്നു, ചേച്ചി വന്നിട്ടുണ്ട്, ഞാൻ ചേച്ചിയുടെ അടുത്ത് പോവുക, മലബാറിലാണ് കോൺഗ്രിഗേഷൻ, അവിടെ ഞാൻ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവളോട് പെട്ടെന്ന് പറഞ്ഞു, ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന്, എടി നീ ചെല്ലുമ്പം എൻ്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്ക്, ഞാനും നിൻ്റെ കൂട്ടത്തിൽ പോരുക. അന്ന് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, വേഷം ഒന്ന്, പിന്നെ കൂട്ട്, ഇവളുമായിട്ടുള്ള കൂട്ട്, ഇവള് പോകുന്നു തീരുമാനിച്ചു. എനിക്കും ആ കൂട്ടുകൂടി പോകാനുള്ള ആ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി അവളോട് ഞാൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് പറഞ്ഞേക്ക്, എൻ്റെ പേരും കൂടെ പറഞ്ഞേക്ക്, ഞാനും കൂടെ വരുന്നു കേട്ടോ. അത്രയും പറഞ്ഞു. നമ്മളിവിടെ വന്നു, ആരോടും ഒരക്ഷരം വേണ്ടിയിട്ടില്ല, അപ്പനോടും അമ്മയോടും ഒന്നും ഇങ്ങനത്തെ ഒരു ചിന്ത പോലും പറഞ്ഞിട്ടില്ല. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കത്ത് വന്നു. അന്ന് പോസ്റ്റാണല്ലോ, മുഴുവൻ കത്ത് വന്നപ്പോൾ അപ്പൻ ചോദിച്ചു, എന്നാടി ഈ കത്ത്, ആരുടെ ആടി ഈ കത്ത്, 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുമല്ലേ, വലിയ ലവ് ലെറ്ററാണോ എന്നൊക്കെ ചിന്തിച്ച് സംശയത്തോട്, ആരുടെ ആടി ഈ കത്ത്. ഞാൻ പറഞ്ഞു, പൊട്ടിച്ച് വായിച്ചു. കൊച്ചപ്പം പൊട്ടിച്ച് വായിച്ചു, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സംഭവം മനസ്സിലായി, ഇവൾ എഴുതിയിരിക്കുന്ന കത്താണ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ കാര്യം എനിക്ക് അവതരിപ്പിക്കണ്ടല്ലോ, അപ്പം നേരിട്ടങ്ങ് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊച്ചപ്പം പൊട്ടിച്ച് വായിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് മാറിപ്പോയി. സംഭവം വായിക്കട്ടെ, എന്നെ ഇവരുടെ പ്രതികരണം എന്നറിയാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഇതാണ്, കഴിയുന്നും വേഗം എത്തുക എന്നും പറഞ്ഞുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ കത്ത് വായിച്ചപ്പോൾ തന്നെ അടിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, എനിക്ക് മടത്തി പോകണം. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് മടത്തി പോകണമെന്ന് ഞാൻ നിർബന്ധം പറഞ്ഞു, എനിക്ക് മടത്തി പോകണം, നാളെ തന്നെ എന്നെ കൊണ്ടുവിടണം. ഞാൻ പറയുന്നത് കഴിയുന്ന വേഗമല്ല. അപ്പോൾ എനിക്ക് ഇന്നത്തെ ദിവസം വെച്ച് നോക്കുമ്പോൾ കഴിയുന്ന വേഗം എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ. അപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ തന്നെ എന്നെ മഠത്തിൽ കൊണ്ടുപോയി വിടണം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി. അപ്പോൾ പറഞ്ഞു, അതെങ്ങനെയാണ്, ആരോടൊന്നും പറയാതെ ഇപ്പം പറഞ്ഞിട്ട് നാളെ എന്നെ കൊണ്ടുവിടണം, നടക്കുന്ന കാര്യമാണോ, പൈസ വേണ്ടേ വീട്ടിൽ നിന്ന്, അത് വേണം, ഡ്രസ്സ് വാങ്ങിക്കണം, എല്ലാവരോടും പറയണ്ടേ. നമ്മുടെ ഒരു അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇൻ്റർവ്യൂ കഴിഞ്ഞ് സെലക്ഷൻ ഉണ്ടെങ്കിൽ നിന്നെ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വിടുകയില്ല, 3 മാസം കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ. കാരണം ഓൾറെഡി എല്ലാവരും വന്നു കഴിഞ്ഞു, ഒരു ബാച്ച് ഉണ്ടല്ലോ, ആ ബാച്ച് വരുന്ന സമയം കഴിഞ്ഞു, അതുകൊണ്ട് അവരെല്ലാവരും വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് പോകണം, 3 മാസം താമസിക്കാനുള്ള ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം, പൈസ എല്ലാം വേണമല്ലോ. അപ്പം പറഞ്ഞു, അത് പറ്റത്തില്ല, അങ്ങനെ ആരോടും ചോദിക്കാതെയും പറയാതെയും വിടാൻ പറ്റത്തില്ല, അങ്ങനെ പോകാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞില്ല, കരച്ചിലായിട്ട് പോയി, ആയുധം അതാണ്, പിന്നെ ഇത് തന്നെ, എനിക്ക് ഭക്ഷണവും വേണ്ട, കരച്ചിൽ മാത്രം. ലാസ്റ്റ് സമ്മതിച്ചു കൊണ്ടുവിടാൻ. 2 ദിവസം തുടങ്ങിയപ്പോൾ അത് തലശ്ശേരി രൂപതയായിരുന്നു. തലശ്ശേരി രൂപതയും തുടങ്ങിയതേ ഉള്ളൂ. ആ കാലഘട്ടങ്ങളിൽ പുതുതായിട്ട് ആരംഭിച്ച രൂപത. ആ കാലഘട്ട രൂപത അത് മാത്രമല്ല, സിസ്റ്റേഴ്സ് വളരെ കുറവ്, അവിടെ സേവനം ചെയ്യാൻ സിസ്റ്റേഴ്സ് കുറവ്. മലബാർ എന്നുള്ള ഒരു ലേബലുണ്ട്, ആളുകൾക്ക് പേടി, സിസ്റ്റേഴ്സിനും വരാൻ പേടി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഞങ്ങളുടെ സഭ, ഞങ്ങൾ ഈ സമൂഹം ആരംഭിച്ചതൊരു ഫാദർ CJ വർക്കി എന്ന് പറയുന്ന അച്ഛനാണ്. തലശ്ശേരി തന്നെയുള്ള അച്ഛനാണ്, തലശ്ശേരി രൂപതാംഗം. അച്ഛനോടാണ്, അച്ഛനും പിതാവും കൂടെ ആലോചിച്ചിട്ടാണ്, എങ്കിൽ പിന്നെ മലബാറിൽ തന്നെ എന്തുകൊണ്ടൊരു സമൂഹം ആരംഭിച്ചുകൂടാ, കാരണം ഇവിടെ ഇത്രയും ക്ഷാമം, സിസ്റ്റേഴ്സിൻ്റെ ക്ഷാമം ഉള്ള സ്ഥിതിക്ക് അച്ഛൻ എന്തുകൊണ്ട് ആരംഭിച്ചുകൂടാ. അച്ഛനാണ് പറഞ്ഞത്, നമുക്കൊരു മഠം തുടങ്ങിയാൽ എന്താ, ഇവിടെ ഒത്തിരി പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അതായത് ദൈവവിളി ആഗ്രഹിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്, പക്ഷെ അവർക്ക് വഴികളില്ല, പോകാനുള്ള വഴികളില്ലാത്തതുകൊണ്ട് നമുക്ക് തന്നെ ഒരു
സഭ ആരംഭിച്ചാൽ എന്താ പിതാവേ എന്ന് ചോദിച്ചു. അപ്പോൾ പിതാവ് പറഞ്ഞു, എന്നാൽ വർക്കീച്ചനങ്ങ് തുടങ്ങിക്കോ, ഞാൻ സപ്പോർട്ട് ചെയ്തോളാം എന്നൊരു വാക്ക് പിതാവും പറഞ്ഞു. വള്ളോപ്പള്ളി പിതാവ്, സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവാണ് അന്നത്തെ രൂപതാധ്യക്ഷൻ. പിതാവ് സപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് അച്ഛനത് ഏറ്റെടുത്തു. അതിനു വേണ്ടി പിതാവിനെ കൊണ്ട് വീണ്ടും കത്തെഴുതിപ്പിച്ചു. 1962 കാലഘട്ടങ്ങൾ, സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ തീരുന്ന കാലഘട്ടം, സഭ ഒരു പുതിയ വീക്ഷണവും പുതിയ തുറവിയും സഭ മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്, അർഹിക്കപ്പെട്ടതാണെന്നുള്ള ചിന്തയൊക്കെ പുതിയൊരു ചിന്താഗതി രൂപം കൊണ്ട സമയത്താണ് ഇങ്ങനത്തെ ഒരു ചിന്തയും ആഗ്രഹവും വർക്കീച്ചനിൽ ഉദിക്കുന്നത്. അപ്പം ഞാനിത് വീണ്ടും മനസ്സിലാക്കിയപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ഒരു തീരുമാനമായിരുന്നു ഈ അച്ഛനിലൂടെ ഇങ്ങനെയൊരു സമൂഹം അവിടെ ആരംഭിക്കണം എന്നുള്ളത്. അതിൻ്റെ പ്രധാനമായിട്ട് അച്ഛൻ ആഗ്രഹിച്ചത് കുടുംബങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാകണം. അന്ന് തുടങ്ങും സിസ്റ്റർ ചെല്ലുമ്പോൾ മഠത്തിൽ ഏകദേശം എത്ര ആൾക്കാരുണ്ടാവും ചെല്ലുന്ന കാലത്തിൽ? 150ഓളം പേരേ ഉള്ളൂ ആകെ. അല്ല, അപ്പൊ സിസ്റ്റർ എത്രാമത്തെ ബാച്ചായിരിക്കും? 10ാമത്തെ ബാച്ച്. അപ്പോൾ 150 പേരുണ്ട്. ഇപ്പോ ആ സഭയിൽ എത്രമാത്രം അംഗങ്ങളുണ്ട്? 850ഓളം പേരുണ്ട്. 850. ഇത് ഏതെല്ലാം രൂപതയില് ഈ സഭ വ്യാപിച്ചു കിടക്കും? പ്രോവിൻസുകൾ എന്ന് പറയും. അതായത് ഒരു പ്രോവിൻസ് ഒരു രൂപതയാണല്ലോ നമ്മുടെ ഇവിടുത്തെ രീതി അനുസരിച്ച്. അങ്ങനെയും വരും, ഒരുമിച്ചും വരും. ഞങ്ങൾ 4 പ്രോവിൻസുകളായിട്ട്, സഭ തുടങ്ങുന്ന എപ്പോഴും ഒന്നായിട്ടാണ് തുടങ്ങുന്നത്. വീണ്ടും അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ 2നെ വീണ്ടും 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. അംഗങ്ങൾ കൂടുന്നതനുസരിച്ച്. അതാണ് ഈ പ്രോവിൻസുകൾ എന്ന് പറയുന്നത്. നമ്മുടെ കേരളം സംസ്ഥാന ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും പോലെ അതുപോലെ. അപ്പം ഞങ്ങൾ 4 പ്രോവിൻസിലുണ്ട്. 4 പ്രോവിൻസിലും കൂടി 850 അംഗങ്ങളുണ്ട്. ഏതാണ്ട് 145ഓളം ഭവനങ്ങളുണ്ട്. അത്രയും മഠങ്ങളുണ്ട് ഞങ്ങൾക്ക്. ഇതിൻ്റെ മാതൃഭവനം അല്ലെങ്കിൽ കേന്ദ്രം കുളത്തുവയൽ എന്ന് പറയും. അവിടെ തുടങ്ങാനുണ്ടായ കാരണം ഇതാണ്. വർക്കീച്ചൻ ആ ഇടവകയിൽ 16 വർഷം ഇടവക വികാരിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ തുടങ്ങുന്നത്. അപ്പോൾ അവനവൻ പ്രവർത്തിക്കുന്ന സൗകര്യങ്ങളുണ്ട്. പിന്നെ ആൾക്കാരുടെ സഹകരണം. വർക്കീച്ചൻ അവിടെ ഒരു നല്ലൊരു നേതാവായിരുന്നു. കാരണം ആ ഇടവകയാക്കി എടുത്തത് വർക്കീച്ചൻ്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ ഇടവക ജനത്തിൻ്റെ ഫുൾ സപ്പോർട്ട് കിട്ടും. പിന്നെ സ്ഥലങ്ങൾ കാര്യങ്ങളെല്ലാം വാങ്ങിക്കുക ഒത്തിരി ഉണ്ടല്ലോ. അതിനെല്ലാം സൗകര്യമുള്ള സ്ഥലം എന്നുള്ള രീതിയിൽ കുളത്തുവയൽ കേന്ദ്രമായി അത് മാതൃഭവനം എന്നുള്ള രീതിയിൽ അവിടെയാണ് ഏറ്റവും ആദ്യത്തെ ഹൗസ് തുടങ്ങിയത്. ഇപ്പോഴും അതിന്റെ ഹെഡ് ഓഫീസ് കുളത്തുവയൽ തന്നെയാണ്. ഇപ്പോഴുള്ള പ്രൊവിൻസിനും ബാക്കിയുള്ള പ്രൊവിൻസിന്റെ ഒക്കെ ആസ്ഥാനം എവിടെയാ? താമരശ്ശേരി രൂപതയിലുള്ള പ്രൊവിൻസിന്റെ ആസ്ഥാനം കോഴിക്കോട്. തലശ്ശേരി രൂപതയിലെ പ്രൊവിൻസിന്റെ ആസ്ഥാനം കണ്ണൂർ. മാനന്തവാടി രൂപതയിലെ പ്രൊവിൻസിന്റെ ആസ്ഥാനം ബത്തേരി. കേരളത്തിൽ ഈ 3 രൂപതകളാണ് ഉള്ളത്. പിന്നെ വർധ എന്ന് പറയും. മഹാരാഷ്ട്രയിലെ വർധ മിഷൻ പ്രൊവിൻസിൽ. അത് ആ ഏത് സ്ഥലത്താണെങ്കിലും MSMI സഹോദരികളുടെ പ്രധാന പ്രവർത്തന മേഖല കുടുംബം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രവർത്തനം. അതായത് സ്കൂൾ, ആശുപത്രി അതുപോലെയുള്ള സ്ഥാപനങ്ങൾ കഴിയുന്നിടത്തോളം പാടില്ല എന്ന് തന്നെയാണ് അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത്. സ്ഥാപനങ്ങൾ പിന്നെ അത്യാവശ്യമുള്ളിടത്ത് ഒരു ഡിസ്പെൻസറി വേണം, ഓക്കെ ആയിക്കോട്ടെ. ഒരു LP സ്കൂൾ വേണം, അത്രയും ആയിക്കോട്ടെ. അല്ലാതെ വലിയ പ്രസ്ഥാനങ്ങൾ പാടില്ല. നിങ്ങൾക്ക് അങ്ങനെ സ്ഥാപനങ്ങൾ നമ്മൾ തുടങ്ങിപ്പോയാൽ അതിൻ്റെ അകത്ത് നമ്മളും കുടുങ്ങിപ്പോകും. ഭവനങ്ങളിലേക്ക് കടന്ന് എല്ലാം നേരം കിട്ടാതെ പോകും, ആവശ്യങ്ങളില്ലാതെ പോവുക. അതുകൊണ്ട് സ്ഥാപനങ്ങൾ തുടങ്ങരുത് എന്നുള്ളൊരു ആദ്യ കാലഘട്ടത്തിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ഞങ്ങളാണ് പിന്നെ ചെറിയ വ്യത്യാസങ്ങൾ വെച്ചാൽ ഈ രീതിയിൽ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു വേദിയില്ലാതെ നമുക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ രീതിയിൽ മിഷൻ മേഖലകളിൽ സ്കൂളുകളുണ്ട്. മിക്കവാറും സ്ഥലങ്ങളിൽ സ്കൂളുകളുണ്ട്. വലിയ സ്കൂളുകളല്ല എങ്കിലും ആ മേഖലയ്ക്ക് പറ്റുന്ന വിധത്തിലുള്ള. കേരളത്തിന് പുറത്തുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്ന ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഒരു മാർഗ്ഗം ഇല്ലെങ്കിൽ അവരാരും നമ്മുടെ അടുത്തേക്ക് വരില്ല. നമുക്ക് അവരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കാൻ എളുപ്പമല്ല. അതെ, അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ സ്കൂളുകളുണ്ട്. പിന്നെ ബോർഡിംഗ് ഉണ്ട് അവർക്ക്. പലപ്പോഴും ബോർഡിംഗ് എന്ന് വെച്ചാൽ ഈ സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് ബോർഡിംഗ് ഉണ്ടാകും. പിള്ളേരെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ചിലപ്പോൾ ചെന്ന് വിളിച്ചുകൊണ്ട് വരേണ്ട അവസ്ഥ വരും. അപ്പോൾ അതിന് പകരമായിട്ട് ഈ കുട്ടികളെ നമ്മളിവിടെ താമസിപ്പിച്ച് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ജോലിക്കാരാക്കി മാറ്റുന്നു, കയറ്റിവിടുക എന്നുള്ളത്. നിങ്ങളുടെ കുടുംബത്തെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം എന്നുള്ളത് അതിനെ കൂടി അല്പം കൂടി ഒന്ന് വിശദീകരിച്ച് പറയാമോ? നിങ്ങളുടെ പ്രവർത്തനം ബാക്കിയുള്ള നമ്മുടെ നാട്ടുകാർക്കും കൂടെ ഒന്ന് കേട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ പ്രവർത്തനം കുടുംബ കേന്ദ്രീകൃതം ആദ്യം അച്ഛൻ ഉദ്ദേശിച്ചതാണ് ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലുക.
യേശുവിൻ്റെ മനോഭാവം തന്നെ. വില്ലേജ് അവൻ ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് ജനങ്ങളെ പഠിപ്പിച്ചു എന്നുള്ള ആ ഒരു തീമായിരുന്നു മനസ്സിൽ. അതുകൊണ്ട് ഭവനങ്ങളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലണം. അന്നത്തെ കാലത്തെ മലബാർ ഇന്നത്തെ കാലത്തെ മലബാറല്ല. പട്ടിണി, ദാരിദ്ര്യം, രോഗങ്ങൾ, പിന്നെ വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ല, അങ്ങനത്തെയുള്ള കാലഘട്ടങ്ങളിലാണ് ഈ മഠം ആരംഭിച്ചത്. അപ്പോൾ എല്ലാവരും കുടുംബങ്ങളിലേക്ക് കയറി ചെല്ലണം. അവിടെയുള്ള രോഗികളെ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏതൊക്കെ ആധ്യാത്മിക ഉണ്ടെങ്കിൽ അത് നിറവേറ്റണം. ചിലപ്പോൾ വൈദികർക്ക് കടന്നു ചെല്ലാൻ പറ്റുകയില്ല, എല്ലാ ഭവനങ്ങളിലേക്കും കടന്നു ചെല്ലാൻ അവരെ കൊണ്ട് സാധിക്കുകയില്ല. അപ്പോൾ ഇടവക വികാരിക്കൊരു സഹായമാണ് സിസ്റ്റേഴ്സ് ചെന്ന് സന്ദർശിച്ചിട്ട് പറയും, അച്ഛാ ഇന്ന പോലെ ഇവന് ഒരാവശ്യമുണ്ട്, അമ്മച്ചിക്കൊന്ന് കുമ്പസാരിക്കണം, അല്ലെങ്കിൽ ആ ചേട്ടൻ പള്ളി വരികയില്ല, അല്ലെങ്കിൽ അവിടുത്തെ മദ്യപാനമുണ്ട്, നമുക്ക് നോക്കണം എന്നുള്ള തുടങ്ങി അങ്ങനത്തെ ഇൻഫർമേഷൻ ഞങ്ങൾ വൈദികർക്ക് കൊടുക്കുക. വൈദികർ പിന്നെ ബാക്കി ചെയ്യുക. പിന്നെ നമ്മളെ കൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുക. ആ രീതിയിലാണത് ആരംഭിച്ചത്. അന്നത്തെ കാലത്ത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യ കാലഘട്ടങ്ങളിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എവിടെ ഭവനം തുടങ്ങിയാലും വീടുകളിലേക്ക് കടന്നു ചെല്ലുക, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളത് ആ ഒരു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരം ഫീൽഡ് വർക്കുകാരായിരുന്നു. ഇപ്പോഴും അതുകൊണ്ട് പോട്ടില്ല എന്നല്ല പറയുന്നത്. അങ്ങനെ ഞങ്ങൾക്കൊരു ബാലഭവനോട് ആരംഭിക്കേണ്ടി വന്നത്, കുളത്തുവയലിൽ ഒരു ബാലഭവൻ ആരംഭിക്കേണ്ടി വന്നതിൻ്റെ കാരണം ഇങ്ങനെ ഭവന സന്ദർശനത്തിന് സിസ്റ്റേഴ്സ് പോയിട്ട് വന്നപ്പോൾ ഒരിക്കൽ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഒരു പെൺകുട്ടിയെ തൊടലിൽ കെട്ടിയിട്ടിരിക്കുന്നുണ്ട്, ഒരു വീട്ടിൽ തൊടലിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. കാരണം അമ്മയില്ല പെൺകുട്ടിക്ക്, അപ്പന് പണിയാൻ പോകണം. അപ്പോൾ കൊച്ചിനെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തൊടലെ കെട്ടിയിട്ടിരിക്കും അച്ഛാന്ന് പറഞ്ഞു. എന്ത് പ്രായമുള്ള കുട്ടിയാണ്? 5-8 വയസ്സുള്ള കുട്ടി. കാരണം വേറെ സാധ്യതകളൊന്നും ഇല്ലാത്തതിൻ്റെ പേര് പൂട്ടിയിട്ടിരിക്കുന്നതാണ്. നല്ല വീടില്ല, കൊച്ചു വല്ലയിടത്തും പോയിട്ടുണ്ടെങ്കിൽ നഷ്ടമാകില്ല. ആ രീതിയിൽ അവർ പോസിറ്റീവായിട്ട് ചില നെഗറ്റീവ് അല്ല, പക്ഷേ എങ്കിലും നമുക്കത് കാണുമ്പോൾ ഒരു കൊച്ചിനെ തൊടലിൽ കെട്ടിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്നേരം അച്ഛൻ പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ട് ആ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൂടാ, വലിയ സാമ്പത്തികം ഉണ്ടായിട്ടൊന്നുമല്ല എങ്കിൽ പോലും നമുക്ക് സംരക്ഷിക്കാം എന്നുള്ള രീതിയിൽ ആ കൊച്ചിനെ കൊണ്ടുവന്നുകൂടാ എന്ന് ചോദിച്ചു. അങ്ങനെ വീണ്ടും കോണ്ടാക്ട് ചെയ്തു, ആ കൊച്ചിനെ കൊണ്ടുവന്നു. അതിന് മുൻപ് തന്നെ ഒരു കൊച്ചവിടെ ഓട്ടോമാറ്റിക്കലി എത്തിയിരുന്നു കേട്ടോ. 3 വയസ്സുള്ളൊരു പെൺകൊച്ചിനെ, അത് മലബാറിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ വീണ്ടും പറയും. ഒരു അമ്മയും ഒരു പെൺകൊച്ചും 2 ആൺകുട്ടികളുമായിട്ട് ഒരിക്കൽ അച്ഛൻ്റെ അരിക്കൽ വന്നു. അച്ഛനോട് ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞു. ഹസ്ബൻഡ് ഇട്ടിട്ട് പോയതോ സംതിങ്, ഏതായാലും അറിയത്തില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ആൺപിള്ളേരെ എൻ്റെ കൂടുതൽ നിർത്തി. അച്ഛൻ അന്ന് അവിടെ പിള്ളേരെ എടുത്ത് പഠിപ്പിക്കാൻ മീൻസ് നിർത്തി പഠിപ്പിക്കുന്നുണ്ട്. അത്യാവശ്യം ഇങ്ങനെയുള്ള ഒരു 10-12 പിള്ളേരൊക്കെ അച്ഛൻ്റെ കൂടുതൽ താമസിച്ച് അവിടുത്തെ വിദ്യാഭ്യാസം നടത്തുന്നുണ്ട്. ഒരു പെൺകൊച്ച് കുഞ്ഞ് 3 വയസ്സുള്ളത്, അതിൻ്റെ ഇളയത് വീണ്ടും ഒരു ആൺകുട്ടിയുണ്ട്. അപ്പോൾ ആൺകുട്ടിയെ അമ്മയുടെ തന്നെ കൊടുത്തു വിട്ടു. അതിനെ നോക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ആ പെൺകൊച്ചിനെയും കൂടി എൻ്റെ സിസ്റ്റേഴ്സിനെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ് അച്ഛൻ ആ പെൺകൊച്ചിനെയും ഏറ്റെടുത്തു, സിസ്റ്റേഴ്സിനെ ഏൽപ്പിച്ചു. 3 വയസ്സുള്ള പെൺകുട്ടി. തുടക്കം ആ കൊച്ചാ, വാസ്തവത്തിൽ ആദ്യത്തെ തുടക്കം ഈ കൊച്ച്. ആ കൊച്ച് വെറുതെ നമ്മളോടൊപ്പം 3 വയസ്സുള്ള കൊച്ച് നോക്കുക അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതിനെ നന്നായിട്ട് പഠിപ്പിച്ചു. അതോടൊപ്പമാണ് ഈ മറ്റൊരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞത്. അങ്ങനെ കുട്ടികളുടെ എണ്ണം കൂടി ഇങ്ങനെ ചെല്ലുമ്പോഴും അങ്ങനെയാണ് ബാലഭവൻ എന്ന് പറഞ്ഞ മേഴ്സി ഓർഫനേജ് എന്ന് പറഞ്ഞ വലിയ പ്രസ്ഥാനമായിരുന്നു. ഒത്തിരി പെൺകുട്ടികൾ അവിടെ നിന്ന് പഠിച്ചു പോയിട്ടുണ്ട്. പെൺകുട്ടികൾ മാത്രം ഒത്തിരി പേര് പഠിച്ചു പോയിട്ടുണ്ട്. ഒത്തിരി പേര് ജോലിയായിട്ട് ഇപ്പം വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ കൂട്ടായ്മ, ഞാൻ കുളത്തുവയിലായിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചു. പണ്ട് 100 പേരും അവരുടെ ഹസ്ബൻഡോടുകൂടി മക്കളോടുകൂടി വരാൻ പറഞ്ഞു. അവർ തന്നെ ആവശ്യപ്പെട്ടു, ഞങ്ങളൊന്ന് ഒത്തുകൂടിക്കോട്ടെ, അന്ന് പഠിച്ചു പോയ കുട്ടികൾ ഞങ്ങളൊന്ന് ഒത്തുകൂടിക്കോട്ടെ എന്ന് ചോദിച്ചു. സന്തോഷം. നമുക്ക് സാധാരണ ചിലപ്പോൾ അവർക്കൊക്കെ വിഷമായിരിക്കും, ഞങ്ങൾ ബാലഭവനിൽ നിന്ന് പഠിച്ചതാണെന്ന് പറയാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അഭിമാനമാണ്, ഞങ്ങളിവിടെ നിന്ന് പഠിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്കിന്ന് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്ന, ജോലി ചെയ്യാൻ ഞങ്ങളുടെ സാമ്പത്തികത എല്ലാം ഇതിൻ്റെ. അതുകൊണ്ട് ഞങ്ങൾക്കതൊന്ന് ഒരിക്കൽ കൂടി അയവിറക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ സംഘടിപ്പിച്ചു, സന്തോഷമായിട്ട് പോയി. അങ്ങനെ കഴിഞ്ഞിട്ട് അവരെ കല്യാണം കഴിച്ചു വിടുക എന്നുള്ള ദൗത്യം നിങ്ങൾ തന്നെയാണ്? അത്രയും ഞങ്ങൾ ചെയ്തിട്ടില്ല വാസ്തവത്തിൽ. അങ്ങനെ അത്രയും നമുക്ക് സാമ്പത്തികം ഇല്ലായിരുന്നു. 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുക, പിന്നെ നന്നായിട്ട് പഠിക്കുന്നു. പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോൾ സാമ്പത്തികം കിട്ടുന്നതനുസരിച്ച് നമ്മൾ നഴ്സിങ്ങിന് വിടാൻ തുടങ്ങി. ആരെങ്കിലും സ്പോൺസേഴ്സിനെ സംഘടിപ്പിച്ച് നഴ്സിങ്ങിന് വിടുക, അങ്ങനെ പറ്റുന്ന പോലെ വീണ്ടും. ആദ്യ കാലഘട്ടങ്ങളിൽ 10ാം ക്ലാസ്സോടുകൂടി ഞങ്ങൾ സ്റ്റോപ്പാക്കുമായിരുന്നു. നമ്മുടെ സാമ്പത്തികം മോശമായിരുന്നു കേട്ടോ. ഞങ്ങൾക്കും സാമ്പത്തികമായിട്ട്
അങ്ങനത്തെ അടിത്തറ ഒന്നുമില്ലല്ലോ. ഞങ്ങൾ ആരംഭം വരെ കല്ലല്ലോ. ഞങ്ങൾ പോലും പലയിടത്തും ഇല്ലായിരുന്നു. അതിൻ്റെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരും അച്ഛൻ പ്ലാൻ ചെയ്ത് പഠിപ്പിക്കാൻ വിട്ടു. ചിലർക്കൊക്കെ ടീച്ചേഴ്സായി കോപ്പറേറ്റീവ് സ്കൂളിൽ, ഞങ്ങളുടെ സ്കൂളിലില്ല, രൂപതയുടെ സ്കൂളിൽ ജോലി കിട്ടി. പിന്നെ നേഴ്സസ് ആക്കി. അങ്ങനെ എഡ്യൂക്കേഷൻ ആരംഭിച്ചു, അത്യാവശ്യം തുടങ്ങി. നേഴ്സസ് നിങ്ങളുടെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലാണോ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ അതിന് ശേഷം ഒരു 73 ജർമ്മനിക്ക് സിസ്റ്റേഴ്സിന് വിട്ടു. അതോടുകൂടി സാമ്പത്തിക പ്രശ്നം പരിഹരിച്ചു. ഇപ്പോൾ യാതൊരു സാമ്പത്തിക പ്രശ്നവും ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് ജീവിക്കാനുള്ള വരുമാനം ഞങ്ങൾക്കുണ്ട് ഇപ്പം, ഇന്നത്തെ കാലം. അന്ന് ഞാൻ പറഞ്ഞില്ല, അന്ന് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും പറഞ്ഞ ഭക്ഷണ ആവശ്യത്തിനില്ലാതെയൊക്കെ പല ദിവസങ്ങൾ. പക്ഷെ നമ്മളാരും അത് പുറത്ത് ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടിൽ പോലും ഞാൻ പറഞ്ഞാൽ ഇപ്പോഴും വെക്കുന്നുണ്ട്. ഞങ്ങൾ 25 വർഷത്തെ ജൂബിലി ആഘോഷിച്ചപ്പോൾ സ്മരണിക പുറപ്പെടുവിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ജസ്റ്റ് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഇച്ചിരിയൊക്കെ എഴുതി. സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ ചില അനുഭവങ്ങളൊക്കെ ആരൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ എൻ്റെ അപ്പനാ പുസ്തകം ഞങ്ങളെല്ലാവരും വീട്ടിൽ കൊണ്ടേ കൊടുക്കുമല്ലോ. ആ പുസ്തകം എല്ലാവർക്കും തരുന്നതാണ്, വീട്ടിൽ കൊണ്ടേ കൊടുത്തു. എൻ്റെ അപ്പനാ പുസ്തകം വായിച്ചിട്ട് ചോദിച്ചു, കൊച്ചേ നീ ഇങ്ങനെയൊക്കെ കടന്നു പോയതാണോ, ഇങ്ങനത്തെ ദാരിദ്ര്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു വെച്ചപ്പോൾ ഞാൻ കടന്നു പോയിട്ടുണ്ട്, ഞങ്ങളൊക്കെ അനുഭവിച്ചത്. എന്നിട്ട് നീ എന്നെ ഒരക്ഷരം പോലും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. നമ്മളങ്ങനെയല്ലേ നമ്മുടെ വീട്ടിലെ കാര്യം പുറത്ത് പറയുന്നത്. ഈ വീട്ടിൽ നിന്നേ പഠിപ്പിച്ചിരിക്കുന്ന അങ്ങനെയാണ്. ഏക്കർ സെൻറ്റിൽ കുറഞ്ഞാലും ഡീസൻറ്റിൽ കുറയാൻ പാടില്ല. നമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊരു വാക്കാണ്. കാരണം നമുക്ക് ഒത്തിരി അങ്ങനെ വലിയ സാമ്പത്തികം അത്യാവശ്യം പോകുന്നു എന്നല്ലാതെ ഇങ്ങനെ ലാവിഷായിട്ടോ സോഫിസ്റ്റിക്കേറ്റഡായിട്ടോ ജീവിക്കാനുള്ള സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് തുടങ്ങി മനസ്സിൽ ആ ഒരു ചിന്ത തന്നതുകൊണ്ട് അത് എന്നും കാത്തു സൂക്ഷിക്കുന്നു. ഇപ്പോൾ ഈ മഠങ്ങളിപ്പം എനിക്കറിയാം, കേരളത്തിലെ ഈ ഭാഗത്തുള്ള ഇപ്പോൾ കോതമംഗലം രൂപതയിൽപ്പെടുന്ന മഠങ്ങളാണെങ്കിലും എല്ലാവരും പറയാറുള്ള ഒരു കാര്യമുണ്ട്. അവിടെ ഇപ്പോൾ സിസ്റ്റേഴ്സ് ആകാൻ ആരും വരുന്നില്ല. ഒരു വർഷം വരുന്ന 2 or 3 പേരേ ഉള്ളൂ. അതുകൊണ്ട് ഉടുപ്പിടിയിൽ എന്നൊക്കെ പറയുന്നത് ആ ഒരു കോൺഗ്രിഗേഷൻ ജനറാമ്മയുടെ കീഴിൽ ഒരൊറ്റ അടുത്ത് നടക്കാറുള്ളൂ എന്ന് പറഞ്ഞു. എങ്ങനെയാണ് നിങ്ങളുടെ കോൺഗ്രിഗേഷനിലേക്കുള്ള പെൺകുട്ടികളുടെ വരവ്? അതിൻ്റെ വിഷമം ഞങ്ങൾക്കും അനുഭവപ്പെടുന്നുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ 40, 30, 25 തുടങ്ങിയ സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് ഉടുപ്പിട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ബാച്ചിൽ ഞങ്ങൾ 17 പേര് പ്രൊഫഷൻ നടത്തിയതാണ്. ഇന്ന് അത് 3, 4, മാക്സിമം 12, 13 വരെ എത്തി നിൽക്കുകയാണ്. അത്രേ ഉള്ളൂ. കാരണം ഒത്തിരി കാരണങ്ങളുണ്ട് അതിൻ്റെ. അതെല്ലാവരും അനുഭവിക്കുന്നതാണ്. വന്നിരിക്കുന്ന ഒരു വ്യത്യാസമാണ്, കുടുംബത്തിൽ വന്നിരിക്കുന്നതിൻ്റെ വ്യത്യാസമാണ്, സമൂഹത്തിൽ വന്നിരിക്കുന്നതിൻ്റെ വ്യത്യാസമാണ്, നമ്മുടെ സാഹചര്യങ്ങളിൽ വന്നിരിക്കുന്ന വ്യത്യാസമാണ്. ഇതെല്ലാം കുട്ടികളെ അഫക്റ്റ് ചെയ്യുമല്ലോ. നമ്മൾ വളർന്ന കാലഘട്ടം അല്ലല്ലോ ഇന്നത്തെ കുട്ടികൾ വളരുന്നത്. അന്നത്തെ ഫോർമേഷനല്ല ഇന്ന് കിട്ടുന്ന ഫോർമേഷൻ. സിസ്റ്റർ ഏത് കാലഘട്ടത്തിലാണ് ഈ മദർ ജനറലായി മാറിയത്? ഞാൻ 1971 ഇവിടെ നിന്ന് പോയി, നെയ്യശ്ശേരിയിൽ നിന്ന് പോയി. 1973 ഞാൻ പ്രൊഫഷൻ നടത്തി. അന്നത്തെ കാലഘട്ടത്തിൽ ഫോർമേഷൻ അത്രയേ ഉള്ളൂ. 2 വർഷം തുടക്കം 2 വർഷം കൊണ്ട് ഉടുപ്പിടിയിൽ എന്ന് പറഞ്ഞൊരു സംഭവം കഴിയും. പിന്നീടും ഫോർമേഷൻ ഉണ്ട് കേട്ടോ. ഒരു നിത്യവ്രതം വരെ ഞങ്ങൾക്ക് നിത്യവ്രതം 9 വർഷം 9 വർഷം മാക്സിമം. 5 വർഷം മുതൽ തുടങ്ങാം, മാക്സിമം 9 വർഷം. അതും ഫോർമേഷൻ കാലഘട്ടമായിട്ട് കൂട്ടുന്നത്. അതിനുശേഷം ഞാൻ പഠനത്തിന് പോയി. ഉടുപ്പിട്ടിന് പഠിച്ചത് ഞാൻ ലാസ്റ്റ് എത്തി നിൽക്കുന്ന MA സോഷ്യോളജി. അതിന് മുമ്പ് സോഷ്യൽ വർക്ക് പഠിച്ചു. PDC അവിടെ ചെന്നിട്ടാണ് +2 പഠിച്ചത്. പിന്നെ സോഷ്യൽ വർക്ക് പഠിച്ചു. വീണ്ടും MA സോഷ്യോളജി എടുത്തു. ഏത് കാലഘട്ടത്തിലാണ് പ്രൊവിൻഷ്യലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഞാൻ 2006 മുതൽ 9 വരെ ഒരു ടൈം കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ആലുവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരു ഫോർമേഷൻ ഹോസ്റ്റൽ, ജൂനിയേഴ്സ് നിത്യവ്രതത്തിന് തൊട്ട് മുമ്പുള്ളവരെ ഫോം ചെയ്യുന്നൊരു ഹൗസ്, ഒരു 1 year കോഴ്സ് അവിടെ ഉള്ളതാണ്. അങ്ങോട്ട് ഞാൻ 3 വർഷം വന്നു. അതിനുശേഷം വീണ്ടും പ്രൊവിൻഷ്യലായിട്ട് തിരഞ്ഞെടുത്തു. 12 മുതൽ 15 വരെ. വീണ്ടും ഞാൻ സുപ്പീരിയർ ജനറൽ, ഞങ്ങൾ പറയുന്നതാണ് മദർ ജനറലാണ്, പക്ഷേ സുപ്പീരിയർ ജനറലായിട്ട് 2018 മുതൽ 2024 വരെ 6 വർഷം. അതൊരു ടേം എന്ന് പറയുന്ന 6 വർഷം. എൻ്റെ അറിവിൽ മദർ ജനറൽ ആകുന്ന നെയ്ശ്ശേരിയിൽ നിന്നുള്ള ആദ്യത്തെ ആളായിരിക്കും സിസ്റ്റർ എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. കാരണം ഞങ്ങൾ അന്വേഷിച്ചിട്ട് വേറെ ആരെയും കണ്ടില്ല.
അപ്പൊ ഇതിന്റെ ഈ പ്രൊവിൻഷ്യലായിട്ടോ അല്ലെങ്കിൽ മദർ ജനറൽ ആയിട്ടുള്ള സെലക്ഷൻ എങ്ങനെയാണെന്ന് കൂടി ഒന്ന് വളരെ കുറഞ്ഞ ചെറിയ വാക്കുകളിൽ നിന്ന് അവതരിപ്പിക്കാവോ? നമ്മുടെ പാർലമെന്റ് രീതി തന്നെയാണ്. അതെ, അത് പ്രൊവിൻഷ്യൽ തെരഞ്ഞെടുപ്പ്. രണ്ട് മദർ ജനറലും എല്ലാവർക്കും വോട്ടുള്ള ആണോ? എല്ലാവരും കൂടെ വോട്ട് ചെയ്ത് പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. ഈ മദർ ജനറലിന്റെ ആസ്ഥാനം കുളത്തുവയലാണ്. സിസ്റ്റർ ഇതിനെല്ലാം ശേഷം ഇപ്പൊ ഇതെല്ലാം ആ സ്ഥാനമൊക്കെ കഴിഞ്ഞല്ലോ, ഇപ്പൊ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഇപ്പോൾ എനിക്ക് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. കാരണം ഇത്രയും വർഷങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ഫോർമേഷൻ എന്ന രീതിയിൽ ഞാൻ ശുശ്രൂഷ ഏതാണ്ട് 35 വർഷത്തോളം ഞാൻ ഈ മേഖലയിൽ തന്നെയായിരുന്നു. ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് ശോഭിച്ചതുകൊണ്ടാണല്ലോ മദർ ജനറലായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഞങ്ങൾ സെലക്ട് ചെയ്യാനുള്ളൊരു കാരണം ആ രംഗത്ത് ശോഭിക്കാൻ ഒരു സഭയോ എന്ത് പ്രസ്ഥാനമാണെങ്കിലും അതിനെ നയിക്കാൻ നല്ല കഴിവുള്ളവരുണ്ടെങ്കിൽ ആ പ്രസ്ഥാനം നന്നായിട്ട് മുന്നോട്ട് പോകുമല്ലോ. ഇപ്പൊ സിസ്റ്ററും ഞങ്ങളുടെ കാഴ്ചപ്പാടില് നെയ്ശ്ശേരിയിലെ ഒരു പ്രതിഭ തന്നെയാണ്. സിസ്റ്ററിനെ അനുമോദിക്കാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എല്ലാ നെയ്ശ്ശേരിക്കാർക്കും വേണ്ടി സിസ്റ്ററെ ഞങ്ങൾ അനുമോദിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ ഇന്റർവ്യൂവിൽ സിസ്റ്റർ പങ്കെടുത്തതിനും പ്രത്യേകം നന്ദിയുണ്ട്. ഏതായാലും കുറച്ച് നെയ്ശ്ശേരിക്കാരെങ്കിലും, ഞാൻ അടക്കം ഉള്ള നെയ്ശ്ശേരിക്കാരെ സിസ്റ്ററിനെ അറിയില്ലായിരുന്നു. കുറെ അധികം പേര് ഇത് കാണാനും സിസ്റ്ററിനെ അറിയാനും ഇടയാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സിസ്റ്ററിന് ഇനിയും ഈ രംഗത്ത് കൂടുതൽ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.